തൈറോയ്ഡ് കാരണം വെയിറ്റ് സ്റ്റെക്ക് ആണോ? ഇത് മാനേജ് ചെയ്യാൻ കുറച്ച് ന്യൂട്രിയൻസ് വേണം. ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക് മെറ്റബോളിസം ലോ ആയിരിക്കും. മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാനും തൈറോയ്ഡ് ഫംഗ്ഷൻ നോർമൽ ആക്കാനും ഞാൻ ഈ പറയുന്ന ന്യൂട്രിയൻസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതിയാവും. ഫസ്റ്റ് വൺ ഈസ് അയഡിൻ. തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡക്ഷന് അയഡിൻ അത്യാവശ്യമാണ്. നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സോൾട്ട് അയഡൈസ്ഡ് സോൾട്ട് ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഡയറ്റിൽ എഗ്, മിൽക്ക് എന്നിവ കൂടെ ചേർക്കുക. നെക്സ്റ്റ്, സെലീനിയം. ഇനാക്റ്റീവ് ഫോമിലുള്ള തൈറോയിഡിനെ ആക്റ്റീവ് ഫോമിലാക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ഡയറ്റിൽ ബ്രസീൽ നട്ട്സ്, സൺഫ്ലവർ സീഡ്സ്, ഫിഷ് എന്നിവ ആഡ് ചെയ്യാം. 1-2 ബ്രസീൽ നട്ട്സ് കഴിക്കുമ്പോൾ തന്നെ ഡെയിലി നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് സിങ്ക്. തൈറോയ്ഡ് ഹോർമോണുകളുടെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നു. ഡയറ്റില് പംകിൻ സീഡ്സ്, ലെന്റിൽസ്, ചിക്പി, സീ ഫുഡ്സ് എന്നിവ ഉൾപ്പെടുത്താം. പ്രോട്ടീൻ മെറ്റബോളിസത്തിനും ഹോർമോൺ പ്രവർത്തനങ്ങൾക്കും ആവശ്യമാണ്. ഡയറ്റില് എഗ്, മിൽക്ക്, കേട്, പനീർ, പയർവർഗ്ഗങ്ങള്, ചിക്കൻ, ഫിഷ് എന്നിവയൊക്കെ ഉൾപ്പെടുത്താം. അയൺ തൈറോയ്ഡ് ഹോർമോൺ നിർമ്മാണത്തിൽ പ്രധാന പങ്കുണ്ട്. ഡയറ്റില് ചീര, പയർവർഗ്ഗങ്ങൾ, ഡേറ്റ്സ് എന്നിവ ഉൾപ്പെടുത്തുക. തൈറോസിൻ തൈറോയ്ഡ് ഹോർമോൺ നിർമ്മിക്കാൻ സഹായിക്കുന്ന അമിനോ ആസിഡ് ആണ്. എഗ്, പനീർ, പയർവർഗ്ഗങ്ങൾ, ചിക്കൻ എന്നിവയാണ് ഇതിന്റെ സോഴ്സ്. തൈറോയ്ഡ് ആരോഗ്യത്തിന് അനുയോജ്യമായ ന്യൂട്രീഷൻ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്തിട്ട് DM ചെയ്തോളൂ.